ഇവിടെ എന്താണ്? വലിയ കഴിവുടവയരായ അദ്ദേഹം എന്താ പറയുന്നത്? കുൻ എന്നാണ് അള്ളാഹുവിന്റെ വിശേഷണം. ഉണ്ടാകെ എന്ന് പറഞ്ഞാൽ ഉണ്ടാവും. അതാര വിശേഷണ? കുൻ ഫയകൂൻ. അതാര വിശേഷണ? റബ്ബിന്റെ വിശേഷണമാണ്. അതിൽ ആരെയാ പങ്കു ചേർക്കുന്നത്? ഖാജാ മൊഹീദ്ദീനെ പങ്കു ചേർക്കുകയാണ്. ഇത് പറയുമ്പോ നമുക്ക് എന്താ പ്രശ്നം എന്നറിയാം. ഞാൻ പറഞ്ഞുതരാം. ഖാജാ മൊഹീദ്ദീനെ പറയുമ്പോ ഇതാ കണ്ടടാ നമ്മളെ വലിയ ചീത്ത പറയണ വഹാബി. എന്തങ്ങൾക്ക് അള്ളാനെ നിങ്ങൾ തരം താത്തുന്നതിൽ നിങ്ങൾക്ക് വിഷമമില്ലാത്ത? ഫൈസി അള്ളാനെ തള്ളുമ്പോ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ല. കാരണം എന്താ അറിയോ? അള്ളയായിട്ട് നിങ്ങൾക്ക് ബന്ധമല്ല. സമസ്തക്കാരെ നിങ്ങൾ നിസ്സാരമായി കാണണ്ട. നിങ്ങളെ റൂഹ് പിടിക്കുന്നൊക്കെ എങ്ങനെയാന്ന് ലോകത്തെങ്ങാൻ ഒരു പിക്ചറിൽ ഉണ്ടായിരുന്നെങ്കിൽ പിന്നൊരുത്തൻ സമസ്തയാവില്ല. സമസ്ത ഉസ്താദുമാരുടെ ഒക്കെ റൂഹ് മലക്കുൽ മൗത്തുകൾ പിടിക്കുന്നത് കണ്ടിരുന്നെങ്കിൽ ലോകത്തൊരൊറ്റ മനുഷ്യന് യുക്തിവാദിയായിട്ടുണ്ടാവില്ലായിരുന്നു. പക്ഷെ അള്ളത് വെക്കാത്ത എന്തിനറിയോ? ഏറ്റവും വലിയ അത്ഭുതമായ ഖുർആൻ നമ്മളെ കയ്യിൽ തന്നിട്ട് അള്ള പറഞ്ഞ് നിങ്ങൾക്ക് തലച്ചോറ് തന്ന് ചിന്തിച്ച് പഠിച്ചാൽ മതി, അത്ഭുതം കണ്ട് മാറണ്ടാന്ന്. അപാരമാണ്. ഞാൻ എപ്പോഴും വിചാരിക്കും മദീനയും മക്കയും കണ്ടാൽ ഞാൻ പറയുന്നത് ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദുക്കളും ചിലപ്പോൾ ഇസ്ലാമാവും. വെറുതെ നടക്കൊണ്ട് ഇട്ടേച്ചതി ഒറ്റ ദിവസം. അത് അവിടുത്തെ വൃത്തി മാത്രം കണ്ട വിവരമുള്ള എല്ലാവരും ഇസ്ലാമാവും. ലോകത്തൊരിടത്തും അത്ര വൃത്തിയില്ല. എങ്ങനെ? ലോകത്ത് അത്ര മനുഷ്യർ കാഷ്ടിക്കുകയും മൂത്രിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലം ഈ 2 ഹറമിലെ ടോയ്ലറ്റ് പോലെ വേറല്ല. എന്തെങ്കിലും ഒരു മണം, ഒരു ദുർഗന്ധം അവിടെ നിന്നില്ല. അത് മാത്രം നോട്ട് ചെയ്താൽ ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ഇസ്ലാം സ്വീകരിക്കുക. പക്ഷേ ഞങ്ങളോട് പറയുന്നത് ഇവിടെ എന്താ പ്രശ്നം? മരിച്ച കുട്ടിനെ ഇങ്ങനൊരവസ്ഥ ഇല്ല, ആർക്കും ഇല്ല എന്ന് വിചാരിക്കുക. എന്താ പ്രശ്നം? ഒരു മഹാന് മരിപ്പിക്കുന്നു ജീവിപ്പിക്കുന്നു അല്ലല്ലേ എന്ന് ചോദിച്ചു അല്ല. സൂറത്ത് ഫുർഖാന്റെ തുടക്കം എന്താ അറിയോ? ജസ്റ്റ് ഞാൻ ഒരായത്ത് പറഞ്ഞുതരാം. പെട്ടെന്ന് ഓർമ്മ വന്നുകൊണ്ട് പറയാണ്. അധ്യായമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നു. ഓതിപ്പോകുന്ന കൂട്ടത്തിൽ നമ്മളിങ്ങനെ ഫുർഖാന്റെ തുടക്കം തന്നെയാണ്. അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ആശയം ഞാൻ പറയും, നമുക്ക് നോക്കാം. അതെ, നമ്മൾ പഠിക്കുക തന്നെ വേണം. നമ്മൾ ഖുർആൻ പഠിക്കുക. അതിനാണ് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ വന്നത്. الذي له ملك السماوات والارض ولن يتخذ ولدا ولم يكن له شرك في الملك. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എന്നിട്ട് അല്ലാഹു ഈ സൂറത്ത് ഫുർഖാന്റെ തുടക്കത്തിൽ പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത് വലാ യംലികൂന മൗതൻ വലാ ഹയാതൻ വലാ നുശൂറ. സൂറത്ത് ഫുർഖാൻ മാഷാ അല്ലാഹ്. അതിന്റെ തുടക്കത്തിൽ 3-ാമത്തെ വചനം എന്താ അറിയോ? അവന് പുറമെ പല ഇലാഹുകളെയും ദൈവങ്ങളെയും സ്വീകരിച്ചിരിക്കുന്നു നിങ്ങൾ, എന്നിട്ട് അവർ ദൈവങ്ങളെ യാതൊന്നും സൃഷ്ടിക്കുന്നില്ല. അവർ തന്നെയും സൃഷ്ടിക്കപ്പെട്ടവരാണ്. തങ്ങൾക്ക് തന്നെ ഉപദ്രവമോ ഉപകാരമോ അവർക്ക് ചെയ്യാൻ കഴിയില്ല. അവർ അധീനപ്പെടുത്തുന്നില്ല. എന്ത്? മരണത്തെയോ ജീവിതത്തെയോ ഉയർത്തെഴുന്നേൽപ്പിനെയോ അവർ അധീനപ്പെടുത്തുന്നില്ല. ഒരാളെ മരിപ്പിക്കുന്നതിലോ ഒരാളെ ജീവിപ്പിക്കുന്നതിലോ അള്ളാഹ്ക്ക് പുറമെ ഒരു നബിക്കും പങ്കില്ല എന്ന് തീർത്ത് റഹ്മാനായ റബ്ബ് എവിടെയാ പറയണേ? സത്യാസത്യ വിവേചനം എന്ന അധ്യായത്തില് സൂറത്ത് ഫുർഖാനില്. ഫുർഖാൻ എന്ന് പറഞ്ഞാൽ എന്താ? സത്യം എന്താ അസത്യം എന്താ, സമസ്ത എന്താ വഹാബിസ് എന്താ, ജമാഅത്ത് എന്താ തബ്ലീഗ് എന്താ, ഇതിങ്ങനെ വേർതിരിച്ച് പഠിപ്പിക്കുക. ആ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ അല്ലാഹ് പറയാണ്, മൗത്തിനെയാകട്ടെ ഹയാത്തിനെയാകട്ടെ നുശൂറിനെയാകട്ടെ ഒന്നും അവർ അധീനപ്പെടുത്തുന്നില്ല. ആര്? ഒരാളും. പിന്നെ എങ്ങനെ ഹാജ മരിച്ച ഒരാളെ ജീവിപ്പിക്കുക? അത് അള്ളാന്റെ ഖുർആനെതിരാണ്. എന്താ നിങ്ങൾ ചിന്തിക്കാത്ത? ഇനി ഇതൊക്കെ പോട്ടെ, ഈ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു കാലത്ത് എന്നെ പറ്റിയോ അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു പണ്ഡിതനെ പറ്റിയോ വളരെ ആളുകൾ ശപിച്ചും ആളുകൾ വളരെ കുറ്റപ്പെടുത്തിയും പരിഹസിച്ചും പറയാണ് അബ്തർന്ന്, വാലറ്റവൻ എന്ന് പറഞ്ഞാൽ കുട്ടികളില്ലാത്തവൻ, കുട്ടികളെ കിട്ടിയിട്ട് നിലക്കാത്തവര്. നബീനെ പറ്റി മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞതാണ് അബ്തറാണ്, വാലറ്റാളാണ്. എന്താ കാരണം? നബീന്റെ മക്കളൊക്കെ മരിച്ചു. നബിയുടെ 6-5 മക്കൾ മരിച്ചു. അതിൽ ഏറ്റവും ദുഃഖകരമായ മുഹൂർത്തം ചരിത്രത്തിൽ കാണാം. ഇബ്രാഹിം മരിക്കുമ്പോ നബി അസ്ർ കഴിഞ്ഞിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ർ കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുന്നിലൂടെ കയറിപ്പോയി. ഇബ്നു അബ്ബാസ് പറയാൻ, ആന നടക്കണ പോലെ ചടുലമായി നടന്ന് അള്ളാഹുവിന്റെ റസൂൽ മകനെ വാരിയെടുക്കും, തോളിൽ വെക്കും, ഉമ്മ വെക്കും, താരാട്ടുപാടും, മേലോട്ടിട്ട് പിടിക്കും, കൊഞ്ചിക്കും. ഒരു കുഞ്ഞിനെ പോലെ നബി ആ മകന്റെ കൂടെ നടക്കും. ഇബ്രാഹിം മരിച്ചിട്ട് 2 കൈകളിൽ ഇബ്രാഹിമിനെ എടുത്തിട്ട്, മോനെ ഇബ്രാഹിം, മോനെ സഹിക്കാനാകാത്ത വേദനയുണ്ട് മോനെ, നിന്റെ മരണത്തിൽ ഉപ്പാക്ക് വേദനയുണ്ട് മോനെ, പക്ഷെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത ഒന്നും ഈ ബാപ്പ നിന്റെ പേരിൽ പറയില്ല. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. അജ്മീറിലെ ഷെയ്ഖിനെ
മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള കഴിവ് കൊടുത്ത ആ റബ്ബ് എന്തേ കൂട്ടരെ ശത്രുക്കൾ നബിയെ അബുത്തർന്ന് വിളിച്ചിട്ടും വാലട്ടവൻ എന്ന് വിളിച്ചിട്ടും എന്തേ കൂട്ടരെ നബിക്ക് കഴിവ് കൊടുക്കാതിരുന്നത്? നിങ്ങൾക്ക് എന്താ ചിന്തിക്കാത്തത്? അള്ളാഹുവിന്റെ റസൂലിനേക്കാൾ വലുതോ അജ്മീറിലെ ഖ്വാജ ആണോ? നിങ്ങൾ ചിന്തിക്ക്, നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി? വേണ്ടേ? ഞാൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ, സക്കരിയ നബി നിങ്ങൾ അംഗീകരിക്കുവോ? അള്ളാനോട് വാർദ്ധക്യത്തിൽ തേടിയിട്ട്, അങ്ങേയറ്റം തേടിയിട്ട് യഹിയ എന്ന് പറഞ്ഞൊരു മകനെ കൊടുത്ത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും യഹിയ നബീന്റെ ചരിത്രത്തിന്റെ ഫുൾ ഡീറ്റെയിൽ അറിയോ? പൂർവ്വവേദങ്ങളിലും ഇസ്ലാമിക ചരിത്രത്തിലും ഒരൊറ്റ തൗഹീദി പ്രഭാഷണം നടത്തിയ ആളാണ് യഹിയ അലൈഹിസ്സലാം. ഒരൊറ്റ തൗഹീദി പ്രഭാഷണം. യഹിയ നബിക്ക് സംഭവിച്ച എന്താ അറിയോ? തൗഹീദ് പ്രസംഗിച്ച് തീരുന്നതിന് മുമ്പ് വാള് വെച്ചിട്ട് കഴുത്തറുത്തിട്ട് കഴുത്തിങ്ങനെ അന്തരീക്ഷത്തിൽ കൂടെ വന്നിട്ട് മരുഭൂമിയിലേക്ക് വീണു. എന്റെ ചോദ്യത്രേ ഉള്ളൂ, വാർദ്ധക്യത്തിൽ അള്ളാനോട് കെഞ്ചിയിട്ട് അങ്ങേയറ്റം പ്രാർത്ഥിച്ചിട്ട് ഒരു കുട്ടിനെ കിട്ടിയിട്ട് ആ കുട്ടി കൊല്ലപ്പെട്ടിട്ട് ഒരു നബിക്ക് ആ കുട്ടിനെ ജീവിപ്പിക്കാൻ കഴിഞ്ഞോ? കുൻഫയക്കുൻ പറയാൻ കഴിഞ്ഞോ? ചിന്തിക്ക് മനുഷ്യരെ, നിങ്ങൾ ചിന്തിക്കും. നിങ്ങളെ ഇതൊക്കെ പറഞ്ഞ് നിങ്ങൾ അജ്മീറിലെത്തിക്കണം, നിങ്ങൾ ഈ സ്വലാത്തിലെത്തിക്കണം. നിങ്ങളുടെ പോക്കറ്റ് ഞാൻ കഴിഞ്ഞ പ്രസംഗത്തില് ചെമ്പൽ കൊള്ളക്കാർ നിങ്ങളെ വിളിച്ചില്ലേ? ഞാൻ ഇന്നും ആ പോയിന്റ് വിളിക്കുന്ന ആളാ. നിങ്ങൾ ചെമ്പൽ കൊള്ളക്കാരെയും വെല്ലുന്ന, വീരപ്പനെ വെല്ലുന്ന കൊള്ളക്കാരാണ് നിങ്ങൾ. പക്ഷെ നിങ്ങൾ വെള്ളക്കുപ്പായിട്ടിരിക്കുന്നു, താടി വെച്ചിരിക്കുന്നു, തലപ്പാവ് ധരിച്ചിരിക്കുന്നു, പാവപ്പെട്ടവരുടെ മുമ്പിൽ നിങ്ങൾ അഭിനയിക്കുന്നു. നിങ്ങൾ അദ്ദേഹം പറഞ്ഞാൽ ഞാൻ നിങ്ങളെപ്പോലത്തെ ഒരാളാണ്. അല്ല ഉസ്താദേ, ഫൈസി നിങ്ങളതല്ല, വലിയുദ്ദീൻ ഫൈസി അതല്ല. പാവപ്പെട്ടവരെ വഞ്ചിക്കുന്ന വഞ്ചകനാണ് നിങ്ങൾ. പാവപ്പെട്ടവരതല്ല, ആ വഞ്ചനയിൽ പെട്ടവരാണ് അവർ. അവരാരെയും വഞ്ചനപ്പെടുത്തിയിട്ടില്ല, നിങ്ങൾ അവരെ വഞ്ചിക്കുന്നു. നിങ്ങൾക്ക് ദുനിയാപാട് മറന്ന, ഞാൻ എപ്പോഴും വിചാരിക്കുക, അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് എന്ന നബിയുടെ പിതൃവ്യൻ, ഒരു അത്ഭുതം സൃഷ്ടിച്ച മനുഷ്യനാ അദ്ദേഹം. സദസ്സ് എണീറ്റ് നിന്നിട്ട് നബീനോട് ഒരു ചോദ്യം ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ പലിശ വാങ്ങാൻ പാടില്ല എന്ന് അല്ലാഹ് പറഞ്ഞു. കോടിക്കണക്കിന് പലിശ കിട്ടാണ്ട് നബിയെ, എനിക്ക് എത്ര ദീനാറ് കിട്ടാനുണ്ട്, എത്ര ദീർഘം കിട്ടാനുണ്ട് എനിക്ക് നബിയെ, അത് വാങ്ങിക്കൂടെ എന്ന് ചോദിച്ചു. റസൂൽ പറഞ്ഞു പറ്റില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ മുതല് വാങ്ങിക്കൂടെ? മുതല് വാങ്ങാം. എന്നിട്ട് ആ ലക്ഷക്കണക്കിന് പലിശ ആഖർ ഓർത്തിട്ട് വിട്ടുകൊടുത്ത ആളാണ് ആര്? അബ്ബാസ് അബ്ദുൽ മുത്തലിബ്. ഞാൻ ഉസ്താദേ, ഈ കിട്ടുന്ന ലക്ഷം ഉണ്ടല്ലോ, 40 ലക്ഷം 45 ലക്ഷം എന്നൊക്കെ പറഞ്ഞ് കിട്ടണ ഈ സാധനം, ഉസ്താദേ അത് ദുനിയാവിൽ മാത്രമേ ആനന്ദം നൽകൂ. ഒരു ദീനാർ ഉപകാരപ്പെടാത്ത ഒരു ലോകത്തേക്കാണ് നമ്മൾ പോണത്. ഒരു കീശയുമില്ലാത്ത 3 കഷ്ടം മല്ലു തുണി പൊതിഞ്ഞിട്ട ഉസ്താദ് നിങ്ങൾ പോണത്. ഉസ്താദേ നിങ്ങൾ ഇത് ഒറ്റക്കിരുന്നൊന്ന് കേൾക്ക്, എന്നിട്ട് നിങ്ങൾ ജനങ്ങളോട് പ്രഖ്യാപിക്കുക അടുത്ത വർഷം ഇത് ഉണ്ടാവില്ല എങ്കിൽ നിങ്ങൾക്ക് പടച്ചോൻ എല്ലാ കരുണ തരും. ഇതൊന്നും വേണ്ട ഉസ്താദെ ജീവിക്കാൻ. എന്തിനാ ഉസ്താദ് ഇവിടെ രാവിലെ പോയിട്ട് രാത്രി വരെ പാറക്കല്ലിനോട് മല്ലിട്ട് പ്രവർത്തിക്കുന്ന, പാറക്കുറി പണിയെടുക്കണ, ചെങ്കല്ല് വെട്ടുന്ന, മീൻ പിടിക്കണ, മാവിന്റെ കൊമ്പത്ത് കയറി മരം മുറിക്കണ എത്ര മനുഷ്യന്മാർ ഇവിടെ അന്തസ്സായിട്ട് കയ്യിലെ തയമ്പായിട്ട് ജീവിക്കുന്നുണ്ട് ഉസ്താദെ? ഞാൻ ആലോചിക്കണം. നോക്കൂ നിങ്ങൾ, ഏതെങ്കിലും, എനിക്ക് അത്ഭുതം തോന്നി മറ്റൊരു കാര്യം പറഞ്ഞോട്ടെ. പിഞ്ചു പൈതങ്ങൾ കൊല്ലപ്പെട്ട്, നബിയുടെ സ്വഹാബത്തിന്റെ കുട്ടികൾ വരെ കൊല്ലപ്പെട്ടിട്ട് ആ കുട്ടികളെ നബി ജീവിപ്പിച്ചോ? കുട്ടികൾ ഓർത്ത് കരഞ്ഞ സ്വഹാബിമാരുടെ വീട്ടിൽ ഇപ്പൊ ജഅഫർ ബിൻ അബി താലിബ് കൊല്ലപ്പെട്ടു. നബി വീട്ടിൽ ചെന്ന് അനാഥ മക്കളുടെ ശിരസ് തടവി. എന്നിട്ട് ഭാര്യനോട് പറയണതറിയോ? കൊല്ലപ്പെട്ട ഭർത്താവിനേക്കാൾ ഉന്നതനായ ഒരാളെ കിട്ടും, കുട്ടിനെയും കിട്ടും. ഉമ്മു സുലൈം റളിയല്ലാഹു തആല മകൻ മരിച്ചിട്ട് മകന്റെ ബോഡി മൂടി വെച്ചു. സ്വഹാബിയാണ്, സ്വർഗം കിട്ടുന്ന ഉറപ്പുള്ള സ്വഹാബിയാണ്. അബ്ദുല്ലാഹി ഇബ്നു സുബൈറിന്റെ, നിങ്ങൾ ചിന്തിക്ക, അബൂ തൽഹത്തുൽ അൻസാരിയുടെ. എന്നിട്ട് ഈ പിന്നെ മകനെ മൂടി വെച്ചിട്ട് ഭർത്താവുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ് ഈ സ്വഹാബ വനിത. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഭർത്താവിനോട് ഇരിക്കണം, ഒരു അയൽവാസി നമുക്കൊരു സാധനം തന്നു, അത് തിരിച്ചു വെച്ച് നമ്മൾ കൊടുക്കണ്ടേ? അതെ, അള്ളാഹു തന്ന മകനെ അള്ളാഹ് തിരിച്ചെടുത്തു. അപ്പൊ ഭർത്താവിന് ദേഷ്യം പിടിച്ചു. ഭർത്താവ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. അങ്ങനെ റസൂൽ പറയാണ്, ഇൻഷാ അല്ലാഹ് ഇന്ന് നിന്റെ, അള്ളാഹ് അറിയിച്ചു കൊടുക്കുകയാണ് റസൂലിനെ, ഇന്ന് ഇതിനേക്കാൾ ബെറ്ററായ, ഇപ്പം മരിച്ചില്ലേ, അതിനേക്കാൾ ബെറ്ററായ കുട്ടികൾ അള്ളാഹ് തരും. 9 കുട്ടികളാണ് പിന്നീട് അതിലുണ്ടായത്. 9 കുട്ടികൾ. എന്നാ റസൂൽ പറയണ്ടേ, കൊണ്ടുവാ, ഞാൻ കുൻ ഫയക്കുൻ പറയാ, ആ കുട്ടി ഇങ്ങോട്ട് ജീവിച്ചു പോരുമെന്ന്. ചിന്തിക്കും മനുഷ്യരെ, എങ്ങളെ പിടിച്ച് ഇസ്ലാം ഏതാ? ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, സമസ്തയുടെ മതം എന്ന് പറഞ്ഞാൽ അതൊരു പുതിയ സാധനമാണ്. അതുകൊണ്ടാണ് 19 കൊല്ലം മുമ്പ് കാസർഗോഡ് ഈ ഉള്ളവൻ ചെയ്ത പ്രസംഗത്തിന്റെ പേരെന്താണ്? കാന്തപുരത്തിന്റെ മതം. സമസ്ത വേറൊരു മതാണ്.
അത് നിങ്ങൾ ഏത് ഉസ്താദിന്റെ പേര് പറയും, നിങ്ങൾ ഉസ്താദിനെ എത്ര സാത്വികനാക്കിയാലും, നിങ്ങൾ പല ഉസ്താദുമാരെ പറ്റി പറയുകളൊക്കെ നാട്ടിൽ നമ്മളെ മുജാഹിദുകളെ കൂടെ ജീവിച്ച ആയിക്കോട്ടെ, ശിർക്കുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നേ. ആ ശിർക്കുണ്ടെങ്കിൽ നിങ്ങൾ മഹാൻ എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. അള്ളാന്റെ മുമ്പിൽ അത്രയും നിസ്സാരന. എത്ര ഭക്തി വേറെ കാര്യത്തിൽ 5 നേരം കൃത്യമായിട്ട് നിസ്കരിച്ചാലും ശിർക്കുണ്ടെ രക്ഷപ്പെടുമോ മനുഷ്യരെ? നിങ്ങൾ എന്താ മനസ്സിലാക്കാത്ത? ഒരാളുടെ മഹത്വത്തിന്റെ മാനദണ്ഡം എന്താ? തൗഹീദാണ്. അതില്ലെങ്കിൽ മനുഷ്യ എന്താ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് പോയി ചോദിച്ചു, എന്താ നിങ്ങൾക്ക് പടച്ചോനെ മതിയായിപ്പെടാത്തത്? പടച്ചോൻ മതിയെന്ന് എന്താ നിങ്ങൾക്ക് തോന്നാത്തത്? അല്ല പോരേ എന്ന് അല്ല ചോദിച്ചു. നിങ്ങൾ പറയാ പോരാ, ഞങ്ങൾക്ക് ഇന്നെന്ന വലിയകളും കൂടി വേണം. അപ്പൊ നിങ്ങളുടെ മതം ഏതാ? ഖുർആന്റെ 39 അധ്യായം 36 ചോദിക്കുന്നത് അല്ല പോരേ, നിങ്ങൾ പറയുന്നു പോരാ. അല്ലെങ്കിലും വേണ്ടിയില്ല, ഞങ്ങൾക്ക് ഇവരൊക്കെ വേണം. ഇതാണോ നിങ്ങൾ ജനങ്ങളോട് പറയുന്ന ദീൻ? ചിന്തിക്ക്. ഞാൻ ദീർഘിങ്ങനെ വിശദീകരിക്കുകയാണെങ്കിൽ എമ്പാടും ഒരു ക്ലിപ്പ് എന്നെ നേരം എടുക്കുന്നവരെ വേണേ വിശദീകരിക്കാം. ഏതെല്ലാം ആംഗിളിൽ നോക്കിയാലും നമുക്കത് പറയാൻ പറ്റും. അടുത്തത് 6ാമത്തെ ക്ലിപ്പ് നിങ്ങളൊന്ന് കേട്ടോളൂ കേട്ടോ. 6ാമത്തെ ക്ലിപ്പ് നോക്കിയാണെങ്കിൽ നിങ്ങൾ 14ാമത്തെ വയസ്സിൽ നമ്മുടെ പ്രിയപ്പെട്ട ഹാജ യത്തീമായി. പിന്നീട് ആ ഹാജയുടെ താങ്ങും തണലും ഉപ്പ കൊടുത്ത കുറച്ച് സ്വത്തുക്കൾ ഉണ്ടായിരുന്നു. കുറച്ച് മുന്തിരിത്തോട്ടങ്ങൾ, ഒരു ആസുങ്കല്ല്, കുറച്ച് നാണയവും. ഇതിങ്ങനായിട്ട് ജീവിക്കുന്ന സമയത്തിലല്ലയോ ഖന്ദൂസിക്കാരനായ അഷേഖ് സയ്യിദ് ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു മഹാൻ അദ്ദേഹം ഹാജയെ കാണുന്നത്, ഹാജയുടെ തോട്ടത്തിലേക്ക് വന്നത്. ഹാജ റളിയല്ലാഹു അൻഹു അവർക്ക് മുന്തിരികളും പാനീയങ്ങളും കൊടുത്തത്. ഇത് കൊടുത്ത് നല്ല സൽക്കരിച്ചു. ഖന്ദൂസിയക്കാരനായ ഷെയ്ഖ് ഇബ്രാഹിം എന്നവർ അവരുടെ സഞ്ചിയിലുണ്ടായിരുന്ന ഒരു ഉണക്ക റൊട്ടിയെടുത്ത് തന്റെ വായ വെച്ചുകൊണ്ടത് ചവച്ച് 14കാരനായ ഹാജയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. ആനായ ഹാജയുടെ വയറ്റിലേക്ക് അതെത്തലോടുകൂടെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. അതിനു മുമ്പേ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹാജ പലയിടങ്ങളിലായി ദർസ് പഠനം നടത്തി, ഭയങ്കര ആലിമായി. അതിനുശേഷമാണ് ഹാജ ഹബീബ നബി തങ്ങളുടെ സ്വപ്നത്തിലൂടെ ഹാജയോട് മദീന ഒന്ന് വരണം എന്ന് ഹാജയോട് അറിയിച്ചതിന്റെ പേരിലാണ് ഹാജ മക്കയിലേക്ക് പുറപ്പെടുന്നത്. അവിടുന്ന് പിന്നീട് മദീനയിലേക്ക് റസൂലുള്ളാഹി തങ്ങളുടെ അരികിൽ ചെന്നു. അവിടെ ധാരാളം സമയം ചെലവഴിച്ചു, ദിവസങ്ങൾ ചെലവഴിച്ചു. മദീനത്ത് നിന്നൊരു വിളിയാളം കേട്ടു, സുൽത്താനുൽ ഹിന്ദ് എന്ന്. ഇന്ത്യയുടെ സുൽത്താനാണ് തങ്ങൾ ഇന്ത്യയിലേക്ക് പോകണം. അവിടെയാണ് തങ്ങളുടെ ജനനം, അവിടെയാണ് തങ്ങളുടെ ജീവിതം, അവിടെയാണ് തങ്ങളുടെ മരണം, അവിടെയാണ് നിങ്ങൾ മറവ് ചെയ്യപ്പെടുക. അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് ദഅവത്തിന് വേണ്ടി പോകണം. ഹാജിദ് കേട്ടപ്പോൾ ദഅവത്തിനായി സ്വന്തം നാട്ടിലേക്ക് വന്ന് അവിടെ നിന്ന് ബുഖാറയിലൂടെ ബൽഖയിലൂടെ. ഇവിടെ എന്തൊക്കെയാ പറയണേ? ആദ്യമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടത് പ്രമാണം കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം തെളിയിക്കാമോ? ഒന്ന്, സ്വപ്നം ഇസ്ലാമിന് പ്രമാണമല്ല. പേരോടൊക്കെ തെളിച്ച് പറഞ്ഞ ആളാണ്. സ്വപ്നം എന്തല്ല? ഇസ്ലാമില് പ്രമാണമല്ല. അമ്പിയാക്കളുടെ സ്വപ്നമല്ലാത്ത വേറൊരാളുടെ സ്വപ്നവും എന്തല്ല? പ്രമാണമല്ല. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വിളിക്കേണ്ട ഒരു കാര്യം ഉണ്ടോ? അതാണ് ഒന്നാമതായി ചിന്തിക്കേണ്ട പോയിന്റ്. ഞാൻ ശരിക്കും സാധാരണക്കാരുടെ കൂടെ നിന്നുകൊണ്ട് ചിന്തിക്കുകയാണ്. ഒന്ന്, ഞാൻ ചില ചരിത്രങ്ങൾ പറയാം. ഈ വിഷയമായിട്ടാണ് പറയുന്നത്, ശ്രദ്ധിക്കണം. അറഫയിൽ നബി ഒറ്റ ഹജ്ജാണ് ചെയ്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹജ്ജിൽ പ്രസംഗത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, അലാ ഫലുബല്ലിഗി ഷാഹിദിൽ ഗായിബ. ഇവിടെ ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ. ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ. എന്ത് ദഅവത്ത്? അല്ലാഹുവിന്റെ ദീൻ. അദ്ദഅവതു ഇലല്ലാഹ് കുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമനിത്തബഅനി. ഞാനും എന്നെ പിൻപറ്റിയവരും നിങ്ങൾ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നു. 1.25 ലക്ഷത്തോളം വരുന്ന സ്വഹാബത്ത് അറഫയില്, ആ അറഫയിൽ നിന്നുകൊണ്ട് മുത്തുനബി പറയാണെന്ത്? അലാ ഫലുബല്ലിഗി ഷാഹിദിൽ ഗായിബ. ഇത് ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ. മാത്രമല്ല കേട്ടോ, അല്ലാഹു മിശ്ഹദ്, അല്ലാഹ് നീ സാക്ഷി, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ? ബലാ യാ റസൂലല്ലാഹ്, ബലാ യാ റസൂലല്ലാഹ്, ബലാ യാ റസൂലല്ലാഹ്. ആകാശത്തേക്ക് കൈ ഉയർത്തി ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹ് പറഞ്ഞു, അല്ലാഹ് നീ സാക്ഷി, അല്ലാഹു മിശ്ഹദ്, അല്ലാഹു മിശ്ഹദ്, അല്ലാഹു മിശ്ഹദ്. പടച്ചോനേ നീ സാക്ഷി. വിവരമുള്ളവരെ എന്ത് മനസ്സിലായി? നബിയുടെ വഫാത്തോടുകൂടി നബിയെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയായി.
ഇനി ഈ ദൗത്യം ആർക്കാ? ജീവിച്ചിരിക്കുന്ന സ്വഹാബികൾക്കാണ്. ഓർക്കണം, നിങ്ങൾ ഓർക്കണം, ജീവിച്ചിരിക്കുന്ന സ്വഹാബികൾക്കാണ്. ആ സ്വഹാബിമാരെ എന്നിട്ട് അർണോൾഡ് ടോയംബി, മാത്യു അർണോൾഡ്, ദ പ്രീച്ചിങ് ഓഫ് ഇസ്ലാം, വിഖ്യാതമായ ഗ്രന്ഥാണ് ദ പ്രീച്ചിങ് ഓഫ് ഇസ്ലാം, ഇസ്ലാമിന്റെ പ്രചാരവും ഇസ്ലാമിന്റെ പ്രബോധനവും എന്ന പുസ്തകം. ആ പുസ്തകത്തിൽ വിഖ്യാതനായ യൂറോപ്യൻ എഴുത്തുകാരൻ പറയാണ്, ഈ അറഫയുടെ ചുറ്റിലും നിൽക്കുന്ന സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാചകം കേട്ടു. ഇത് ഇവിടെ ഹാജറുള്ള നിങ്ങൾ ഹാജറില്ലാത്ത ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ ഇസ്ലാം എത്തിച്ചു കൊടുക്കണം എന്ന്. അങ്ങനെ ഇദ്ദേഹം ഈ പ്രീച്ചിങ് ഓഫ് ഇസ്ലാം പറയാണ്, ഒട്ടകപ്പുറത്തിരുന്നവർ, അതുപോലെ കുതിരപ്പുറത്തിരുന്നവർ, ഭാഷ അറിയാത്തവർ, ദ്വിഭാഷികളില്ലാതെ, പാതയമില്ലാതെ അവിടെ നിന്നുകൊണ്ട് തന്നെ അവർ ലോകത്തിന്റെ പല ഭാഗത്തേക്കും പോയി. എന്നിട്ട് അതിലൊരു പോയിന്റ് പറയാണ്, മക്കത്ത് ഒരു റക്അത്ത് നിസ്കരിച്ച 1,00,000 കൂലി കിട്ടുന്ന മക്ക വിട്ട്, മദീന വിട്ട് ലോകത്തിന്റെ പല ഭാഗത്തേക്കും പ്രഗത്ഭരായ സ്വഹാബിമാര് പോയി. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ, വളരെ പ്രഗത്ഭരായ പല സ്വഹാബിമാരുടെയും ഖബറ് മക്കയിലും ഇല്ല, മദീനയിലും ഇല്ല. അന്ന് ജീവിച്ച ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അവർ പോയി. മാലിക് ബിൻ ദീനാർ ഇങ്ങോട്ട് വന്ന്, ഞാൻ പറയുന്നത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കൂ, ഈ ആളുകളുടെയൊക്കെ പ്രധാനപ്പെട്ട ഘടകം എന്തായിരുന്നു? ദേവത്തായിരുന്നു. നേരെ മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് അബൂബക്കർ സിദ്ദീഖിനെയോ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള വലിയനെയോ നബി വിളിച്ചു വരുത്തിയ ഒരു ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ? ഇത് ഈ നിങ്ങള് നബി സ്വപ്നം കണ്ടു എന്നും മദീനത്തേക്ക് മക്കത്തെത്തി എന്നും മക്കത്തെത്തിയിട്ട് നബി ഒരിക്കൽ വിളിച്ചു എന്നും നബിയുടെ അടുത്ത് ചെന്ന് കുറെ ദിവസം അവിടെ താമസിച്ചു എന്നും നിങ്ങൾ ദൈവത്തെടുത്താൻ പോണമെന്നും അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു എന്നും അവിടെ തന്നെ മരിച്ചു എന്നും ഒക്കെ നബി പറഞ്ഞു. എന്ത് തെളിവ്? എന്തിന്റെ പേരിൽ? വിശ്വാസികളെ, നമ്മുടെ ബാധ്യതയല്ലേ ദൈവത്ത്? അതിനെ നബി വിളിക്കാൻ കാത്തു കണ്ട. കാരണം റസൂൽ പറയണത്, ഞാൻ എത്തിച്ചു തന്നു, എന്റെ ദൗത്യം ഇവിടെ അവസാനിച്ചു. ഇനി നേരെ മറിച്ച് സമസ്തയുടെ ഈ പറഞ്ഞ ഇപ്പൊ ഇവിടെ പ്രസംഗിച്ചാൽ ഇവിടെ ഇതിന് നേതൃത്വം നൽകുന്ന പൈസ ഈ പറഞ്ഞിരിക്കുന്ന പോട്ടർബേരൻ, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്ത് വിവരമാണ് നിങ്ങൾക്ക് ദീനിലുള്ളത്? എന്ത് വിവരമാണ് നിങ്ങൾക്ക് ദീനിലുള്ളത്? അള്ളാഹുവിന്റെ റസൂല് ഖബറിൽ നിന്നുകൊണ്ട് ആരെയാണ് ദായിയായി നിശ്ചയിക്കുക? ഞാൻ പറയുന്ന പോയിന്റ് ശ്രദ്ധിക്ക്. ഇന്ന നാട്ടിലേക്ക് പ്രബോധകനായി നിശ്ചയിക്കേണ്ട ചുമതല മരണശേഷവും നബിക്ക് ആണെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി നിയോഗിച്ചവരല്ലാതെ വേറെ ആള് ദൈവത്തിന് പോവോ? ചിന്തിക്കുക നിങ്ങൾ. എന്തിനാത്? അത് ഈ മഹാന്റെ മാത്രം പഠിപ്പിക്കുക, എന്നിട്ട് ഖബറിന്റെ അടുത്തേക്ക് ആളുകളെ ക്ഷണിക്കുക, എന്നിട്ട് ആളുകളെ ചൂഷണം ചെയ്യുക, എന്നിട്ട് അവിടെ വിജയിപ്പിക്കുക. അല്ലെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതിനോടനുബന്ധമായി പെട്ട ക്ലിപ്പിനോട് അനുബന്ധമായി പാവപ്പെട്ടവരുടെ മദീനയാണ് അത്ര അജ്മീർ. പാവപ്പെട്ടവരുടെ മദീനയാണ് അജ്മീർ എന്നാ പറയുന്നത്. മോനെ ആ ക്ലിപ്പ് എന്നിട്ടേ. अजमेर तेरा ख्वाजा मस्तों का मदीना है. ഖാജാ, അങ്ങയുടെ അജ്മീർ പാവങ്ങളുടെ മദീനയാണ്. പാവങ്ങളുടെ മദീനയാണ്. മദീനയിലെത്താൻ കഴിയാത്തവർക്ക് കടന്നു ചെല്ലാനുള്ള ആശാ കേന്ദ്രമാണ് അജ്മീർ. ഈ ഇന്ത്യയിൽ ഏതു ഭരണാധികാരികൾ വന്നാലും, ഏത് രാജാക്കന്മാർ മാറി മറിഞ്ഞു കടന്നു വന്നാലും അവരെല്ലാം അജ്മീറിലെ അടിമകൾ മാത്രമാണ്. എങ്ങനെയുണ്ട്? മദീനത്ത് പോകാൻ കഴിയാത്ത, നമുക്കറിയാലോ, ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് മക്കയും മദീനയും കാണാനുള്ള സൗഭാഗ്യം ഉണ്ടായിട്ടില്ല. അപ്പൊ മദീനത്ത് പോകുക എന്ന് പറഞ്ഞിട്ട് എങ്ങോട്ട് പോകാം? ഒരു പാവപ്പെട്ട ഒരാള് നമ്മുടെ വാഴക്കാടുള്ള EK സുന്നിയായ ഒരു പാവപ്പെട്ട ബഷീർ പറയാണ്, ഞാൻ മദീനത്ത് പോവുകയാണ്. സ്വാഭാവികമായിട്ട് നമ്മളെന്താ വിചാരിക്കുക? സൗദി അറേബ്യ. അപ്പം പറയണ അല്ലല്ല, അജ്മീറില്. അജ്മീർ എന്നാടോ മദീനയായത്? ഫൈസി പറഞ്ഞേ കേട്ടില്ലേ? പാവപ്പെട്ടവരുടെ ഇതൊക്കെ ഇവരുടെ കൂട്ടത്തിൽ ഓരോ ഉസ്താദുമാരും പറയുന്ന എന്തറിയോ? ഇതിലെനിക്ക് സങ്കടം തോന്നിയൊരു കാര്യം പറയാം. നിങ്ങൾക്ക് മദീനയെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? പരിശുദ്ധ ഹറം ഉൾക്കൊള്ളുന്ന മദീനയിൽ കഞ്ചാവ് വിൽക്കുന്നുണ്ടോ? അജ്മീറിന്റെ ഉള്ളിൽ കഞ്ചാവ് വിറ്റിട്ട് പിടിച്ച റിപ്പോർട്ട് എത്രയാള്? അജ്മീറിനുള്ളിൽ കൊലപാതകം നടക്കുന്നു, അജ്മീറിനുള്ളിൽ വ്യഭിചാരം നടക്കുന്നു. സുഹൃത്തുക്കളെ, ഇത് വെറുതെ പറയുന്നതല്ല. അല്ലാഹ് ഹറാമാക്കിയ മുഴുവനും ഒന്നിച്ച് കിട്ടുന്ന കള്ളുഷാപ്പിൽ വേശ്യാലയത്തിലല്ല, ദർഗയിലാണ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ പറഞ്ഞല്ല. അബ്ദുസ്സമദ് സമദാനി മദീനയിലേക്കുള്ള പാത ഒരു 20 കൊല്ലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ചെയ്ത പ്രസംഗം ഇന്നും സോഷ്യൽ മീഡിയയിൽ ആ ക്ലിപ്പുണ്ട്.
എല്ലാ ഹറാമും ഒന്നിച്ച് കിട്ടുന്ന സ്ഥലമാണ് ദർഗാന്ന് സമദാനി പറഞ്ഞതാണ്. സമദാനി മുജാഹിദല്ല. മാത്രമല്ല ഇത് പറയുന്ന എന്നോട് ഉപരിക്ക് വലിയ വിഷമവുക. പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട് എല്ലാ ഹറാമും. നിങ്ങൾ നോക്കേ, അജ്മീറിൽ നിങ്ങൾ പത്രത്തിലെടുത്തോ, നിങ്ങൾ അവിടെ നടന്ന കുറ്റകൃത്യങ്ങൾ പഠിച്ചോ. ആ കുറ്റകൃത്യങ്ങളിൽ കഞ്ചാവുണ്ട്, മദ്യമുണ്ട്, വ്യഭിചാരമുണ്ട്, സ്വവർഗരതി, എല്ലാം അള്ള വിലക്കിയ ഹറാമും ഒന്നിച്ച് നടക്കുന്ന അജ്മീറിനെ പറ്റി എന്താ പറയുന്നത്? മദീനയാണ്. നോക്കൂ നിങ്ങൾ. അപ്പൊ അള്ളാന്റെ റസൂലിന്റെ മദീനയെ ഏതിനോടാ തുലനം ചെയ്യുന്നത്? ചിന്തിക്ക്, നല്ലോണം ആലോചിക്ക്. പടച്ചോനോർത്തിട്ട് പശ്ചാത്തപിച്ച് മടങ്ങി, തിരിഞ്ഞു മടങ്ങി അള്ളാഹുവിനോട് പൊറുക്കല്ലത്തേട്. ആ മുത്തുനബി തീർത്ത ഒരു തുള്ളി മദ്യപാനമില്ലാത്ത, മയക്കുമരുന്നില്ലാത്ത ആ മദീന ഉൾക്കൊള്ളുന്ന മദീനയുടെ പരിശുദ്ധതയോട് ഈ അജ്മീറിനെ തുലനം ചെയ്ത നിങ്ങൾക്ക് എങ്ങനെ പ്രിയപ്പെട്ടവരെ ഈമാൻ ഉണ്ടാവും? നിങ്ങൾ ചിന്തിക്കും. പടച്ചോ നിങ്ങളെ കാക്കട്ടെ. ഞാൻ ഈ ജനങ്ങളോട് ഓൺലൈനിലൊക്കെ അത് കേൾക്കുന്ന പല സ്ഥലത്തുണ്ട്. രാമനാട്ടുരയിൽ നിന്ന്, അവിടുന്ന് ഇവിടുന്ന്, മഞ്ചേരിയിൽ നിന്ന്, അപ്പുറത്തുനിന്ന്, കാഞ്ഞങ്ങാട് ഒക്കെ വരുന്ന ആളുകളുണ്ട് അവിടെ. ആ ആളുകളോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ വിജയിപ്പിച്ചു കൊടുക്കുന്നത് ഉസ്താദിന് മാത്രം മെച്ചമെന്നല്ലാതെ, ആ കമ്മിറ്റിക്കാർക്കൊന്നല്ലാതെ നിങ്ങൾക്കോ നിങ്ങളുടെ ദുനിയാവിനോ നിങ്ങളുടെ ആഖിറത്തിനോ ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ട് എന്ന് നിങ്ങൾ ഒരാളും വിചാരിക്കരുത്. വലിയ അബദ്ധത്തിലാണ് നിങ്ങൾ ചെന്നുപെടുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നമുക്ക് ഈ ഇവിടെ നടക്കണവുമായി ബന്ധപ്പെട്ടും അവിടുത്തെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട 7ാമത്തെ ക്ലിപ്പ് ഒന്ന് കേൾക്കാം. അങ്ങനെ ആലോചിച്ച് നോക്കാണ്, നമ്മൾ മെനിയാന്ന് എത്രങ്ങാനും ആളുകളാണ് നമ്മുടെ മജ്ലിസിലേക്ക് വന്നത്. ഈ മജ്ലിസ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ പള്ളിപ്പറമ്പ് എന്ന് പറഞ്ഞാൽ 9.5 ഏക്കർ സെന്റ് സ്ഥലമുണ്ട്. ഈ 9.5 ഏക്കർ എന്ന് പറഞ്ഞ കാടാണ്, തനിച്ച കാട്. അത് മെനിയാന്ന് വെട്ടിത്തെളിച്ചിട്ടേ ഉള്ളൂ. എത്രങ്ങാനും ഇടജന്തുക്കളുണ്ട്. ഞങ്ങളൊക്കെ മൂത്രപ്പുരയ്ക്ക് പോകുമ്പോൾ എപ്പോഴും കരിന്തേളിനെ കാണാറുണ്ട്. കരിന്തേള്, കൽക്കുഞ്ഞന്, എല്ലാ വിഷമുള്ള ജീവികളും ഈ പള്ളിപ്പറമ്പിലുണ്ട്. ഞാനിപ്പം പറയാം, ഒന്ന് പറയാ. അതായത് പരിപാടി നടത്തുന്നതിന്റെ തലേ ദിവസത്തില് 3 അണലികളെ കൊന്നിട്ടേ ഉള്ളൂ. 3 അണലികളെ കണ്ടു. ആലോചിച്ച് നോക്കിയാണ്. അതൊക്കെ വേജാറുണ്ടായിരുന്നു, ഒരു പേടിയുണ്ടായിരുന്നു, ഒരു വിഷമുണ്ടായിരുന്നു. എന്താവും പഠിച്ചോനെ ആളുകൾ വന്നാല്. പക്ഷെ ആളുകളൊക്കെ വന്നിട്ട് നമ്മൾ നന്നാക്കിയോടത്ത് മാത്രമല്ല ആളുകൾ ഇരുന്നത്, നന്നാക്കാത്തോടത്തും വിറക് കൂട്ടത്തിന്റെ മുകളിലും അതുപോലെ തന്നെ കാട്ടിലും പോയിരുന്നു. ഒരു വെളിച്ചം പോലും ഇല്ലാത്ത സ്ഥലത്തിൽ പോയിരുന്നു. എന്നാലോ ഒരാളെയും ഒരു ഉറുമ്പ് പോലും നോവിച്ചിട്ടില്ല. എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ, ഹാജാ തങ്ങളും കണ്യത്ത് ഉസ്താദും കൊണ്ട് വന്നിട്ട് ഇടജന്തുക്കളോടൊക്കെ പോകാൻ വേണ്ടി പറഞ്ഞു എന്നാ ഞങ്ങൾക്ക് തോന്നുന്നത്. ആ രീതിയിൽ ഒരു നാട്ടുകാരെ വിശ്വാസ ഹാജാ തങ്ങളും കണ്യത്ത് ഉസ്താദും വന്നിട്ട് പാമ്പിനോട്, മൂപ്പർക്ക് അതാണല്ലോ പണി. മരിച്ചിട്ട് കബറിൽ കിടക്കുന്നിടത്ത് നാട്ടിലെ പാമ്പിനെ എന്തേലിനെ ആട്ടുന്ന മണിയാണല്ലോ. 3 അണലി കൊല്ലപ്പെട്ടു എന്നാ. പക്ഷെ സാക്ഷാൽ അണലി ഇവിടെ ഉണ്ടല്ലോ, അതാണല്ലോ പ്രശ്നം. ആ അണലിനെ ആർക്കും തൊടാൻ കഴിഞ്ഞില്ല. ആ അണലിൽ ഒച്ചയപ്പകട്ട് മനുഷ്യന്റെ എന്ന വിഷം, മാരക വിഷം, പൗരോഹിത്യം എന്ന മാരക വിഷം, ഇതൊക്കെ വലിയ കറാമത്തായി പറയുന്നത്. എന്നാ പിന്നെ അവിടെ കാടില്ലാതങ്ങായ പോരെ. അവിടെ എങ്ങനെ ഇതിന്റെ തലേന്ന് ഇത് വെട്ടാൻ നിൽക്കണോ? സത്യത്തിൽ അവിടുത്തെ പാമ്പും തേടും പോയത് എന്താ അറിയോ? ഇന്നാട്ടിലെ വളരെ ഉത്തരവാദിത്തപ്പെട്ട, ഇത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ എന്നോട് ചോദിച്ചോളി അതാരാ. പാൽക്കായം തെളിച്ചത് അവിടെ. ഈ 9 ഏക്കറയിലും പാൽക്കായം തെളിച്ച നിന്നാട്ടുകാര്, തെളിച്ച ആൾക്കാർ ഈ പറഞ്ഞ വായക്കാട്ട് ജീവിച്ചിരിപ്പുണ്ട്. അടിച്ചു പിടിയാണ്. മാത്രമല്ല, ഈ മരിച്ചുപോയ ആളുകൾക്ക് ഇക്കാട്ടിൽ വന്നിട്ട് പാമ്പിനോടും തേളിനോടും ആട്ടേണ്ട ഒരു ഗതികേട് ലോകത്ത് നിങ്ങൾ അവരെ അംഗീകരിച്ചതോ നിന്ദിച്ചതോ? സാധാരണ നമുക്ക് നൗമത്തില്ല റൂസ്ന, ഒരു നല്ല മനുഷ്യൻ മരിച്ചാല് പുതിയാപ്പിള ഉറങ്ങണ പോലെ ഉറങ്ങിക്കോന്നാ. ഇവർക്ക് ഉറങ്ങാൻ നേരണ്ടോ? കനച്ചങ്ങ ഇവിടെ ഈ വാർഷികം നടത്തും ആർന്ന് എണീച്ച് എന്നിട്ട് ഓ പാമ്പേ പൊയ്ക്കത്തളേ എന്ന് പറയേണ്ട പരിപാടിയാണല്ലോ അവർക്ക്. എന്താ നിങ്ങൾക്ക് എന്ത് പറ്റി? ഇത് കേട്ടിട്ട് ഇത് ആളുകളുടെ വിശ്വാസമാണ്. അപ്പൊ അള്ള ഇടപെട്ടു എന്നൊന്നല്ല, അള്ളാന്റെ കാവലുണ്ട് എന്നല്ല. ഇവര് വന്നിട്ട് പറഞ്ഞത്ര പോയി കൊളിയുന്നു. അപ്പോൾ അവിടെ പോയി. അത് മറ്റേ മൊല്ല പറഞ്ഞില്ലേ, അക്സനി പാമ്പ് സീമടൂരിനെ കടിച്ചിട്ട് പാമ്പ് മരിച്ചു ചെയ്യുന്നു.
അത്ര വിശ. അതുകൊണ്ടാണ് ഞാൻ 10 കൊല്ലത്തിന് മുമ്പ് പറഞ്ഞ എന്ത് മൂർഖനെയും മൊയിലേരെയും കണ്ട ആദ്യം റെഡിയാക്കേണ്ടത് ആരെയാണ്. അന്ന് എല്ലാരും എന്നെ വിമർശിച്ച്. പക്ഷെ പിന്നീട് അവർ പറയണെന്താ, പാമ്പ് കടിച്ചിട്ട് ഇയാളെ വിഷം കയറിയിട്ട് പാമ്പ് മരിച്ചു ചെയ്യുന്നു. അത് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. ചില്ലറ വിഷം. ഞാൻ പറഞ്ഞല്ല, 3 അണലീനെ ഇവിടെ കൊന്നു. വലിയ അണലി ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. വലിയ അണലിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ അത് ഫൈസിന്റെ രൂപത്തിലാണ് നിൽക്കണമെന്ന് മാത്രം. മനസ്സിലായോ? അപ്പൊ അത് ഇനി ഇതില് നമ്മുടെ പാവ ഒരു ഹമീദ് മാഷുണ്ട് ഇവിടെ. സാധുവിനെ കഴിഞ്ഞ ടൈമിൽ ഞാൻ ഒരു ക്ലിപ്പ് ഇട്ട്, അപ്പൊ എന്റെ പേര് പറഞ്ഞുകൊണ്ട് പിന്നെ ആ ഭാഗം മിണ്ടാട്ടൊരു കട്ട് ചെയ്ത് കളഞ്ഞു. കാരണം ഇനിയും ഞാൻ അതിനെ കയറി പിടിക്കുന്നുള്ളതുകൊണ്ട് ആ ഭാഗം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ഭാഗം മ്യൂട്ടാക്കിയിട്ട് വിട്ട. നമുക്ക് 8ാമത്തെ ക്ലിപ്പ് ഒന്ന് കേടാം. എനിക്ക് തോന്നുന്നില്ല. പലപ്പോഴും ഞങ്ങളൊക്കെ ഇവിടെ കമ്മിറ്റിക്കാരെന്ന നിലയിൽ ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടെ വരുന്ന ആളുകളുടെ സങ്കടങ്ങൾ കേൾക്കുമ്പം അത്ഭുതമാണ്. അത് ഓരോരുത്തർ നമുക്ക് എണ്ണി പറയാൻ കഴിയില്ല. ഒരുപാട് മഹാ അത്ഭുതങ്ങളാണ്. മെഡിക്കൽ സയൻസിൽ മരുന്നില്ലാത്ത ഒഴിവാക്കിയ എല്ലാ അസുഖങ്ങളും അത് ഇവിടെ തന്ന പിന്നെ അവസാനം ഉസ്താദിനോട് പറയാണ്, ഉസ്താദിൻ്റെ അടുത്തുള്ള മരുന്നെന്താ? നമുക്ക് ദ്വാരക്കാം, മജ്ലിസിൽ ദ്വാരക്കാം. ഉസ്താദ് ഏതൊക്കെ മജ്ലിസിൽ ചെന്നോ അവിടെയൊക്കെ ഈ വസിയ്യത്ത് ചെയ്ത ആളുകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ കൂടിയാണ് ആരുടെയൊക്കെയോ ആമീൻ അള്ളാഹു തആല സ്വീകരിക്കുന്നു. ആ സ്വീകരിക്കൽ വഴി അദ്ദേഹത്തിൻ്റെ അസുഖവും പ്രയാസവും അങ്ങനെ മാറി വന്നവർ എത്രയോ നമ്മൾ നേരിൽ കണ്ടിട്ടുണ്ട്. ഉസ്താദിനോട് പറഞ്ഞവരുണ്ട്, പറയാത്തവരുണ്ട്, ഓഫീസിൽ വന്ന് ഇങ്ങനെ പറഞ്ഞവരുണ്ട്, എഴുതി തന്ന് പറഞ്ഞവരുണ്ട്. ഒരുപാട് നേരിട്ട അനുഭവം ഞങ്ങൾക്കുണ്ട്. അതാണ് ഈ സദസ്സിൻ്റെയൊക്കെ പ്രത്യേകത. നിങ്ങളൊക്കെ വന്നത് ആ ഉദ്ദേശത്തോടു കൂടിയാണെന്ന് ഞങ്ങൾക്കും അറിയാം. ആംബുലൻസിനും കൂടി ഇട്ടോ ജനങ്ങൾ ഭാഗത്തേക്ക് പോകുന്നവർ, നിങ്ങളുടെ വലതുവശത്തുള്ള ഇമ്ര ഹോസ്പിറ്റലിന്റെ സമീപത്തേക്കും കൊണ്ടോട്ടി ഇടവണ്ണപ്പാറ അരീക്കോട് ഭാഗത്തേക്ക് പോകുന്നവർ നിങ്ങളുടെ ഇടതുവശത്തുള്ള ചീനി ബസാർ ഭാഗത്തേക്കും നീങ്ങേണ്ടതാണ്. വിശ്വാസികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ആരും കൂട്ടം കൂടി നിന്നുകൊണ്ട് വഴി തടസ്സപ്പെടുന്നത് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. കോഴിക്കോട് രാമനാട്ടുകര ബാബർ ഹോസ്പിറ്റലിന്റെ സമീപത്തേക്കും ഇടവണ്ണപ്പാറ അരീക്കോട് കൊണ്ടോട്ടി ഭാഗത്തേക്ക് പോകുന്നവർ നിങ്ങളുടെ ഇടതുവശത്തുള്ള ചീനി ബസാർ ഭാഗത്തേക്ക് അരീക്കോട് ഇടവണ്ണപ്പാറ ഭാഗത്തേക്ക് പോകുന്നവർ നിങ്ങളുടെ ഇടതുവശത്തുള്ള ചീനി ബസാർ മെഡിക്കൽ സയൻസ് തോറ്റെടുത്ത് അത്ഭുതം കാണിക്കുന്നിടത്തൂടെയാണ് ആംബുലൻസ് പോണ്. എന്നിട്ട് ആ ആംബുലൻസിന് വേഗം പോകാനുള്ള ശരിക്കും പറയണ്ട ആംബുലൻസ് തടുത്ത് പോലെ അത്ഭുതം കാണിക്കുന്ന ആള് ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് കയറിക്കോളി എന്നല്ല പറയുന്നുണ്ട്, അവരയില്ല. പിന്നെ നിങ്ങൾ കണ്ടില്ലേ, മോരും മുതിരയും വെച്ച മാതിരിയാണ് ആണും പെണ്ണും. അതിലൊന്നും വരക്ക് നിങ്ങൾ ചോദിച്ചു നോക്കൊരു പെണ്ണിനോട്, മോളെ സിനിമക്ക് പോയലുണ്ടോ? ഉണ്ട്. ടൂർ പോയലുണ്ടോ? ഉണ്ട്. ഓണത്തിന്റെ ഉത്സവത്തിന് വേണ്ടോ? ഉണ്ട്. 4 ആള് ഗാനമേ നടത്തി അവിടെ പോലുണ്ടോ? ഉണ്ട്. ഇതുപോലുള്ള സ്ഥലത്ത് പോയാലുണ്ടോ? ഉണ്ട്. അവിടെ മോരും മുതിരയും വെച്ച മാതിരി അന്യ പുരുഷന്മാരുടെ കൂടെ ഇടകലാറുണ്ടോ? ഉണ്ട്. നിന്റെ മാറും അവന്റെ മാറും ഒന്നിച്ചു ചേരാറുണ്ടോ? ഉണ്ട്. പള്ളി പോകാറുണ്ടോ? ഇല്ല. ഇവിടെ ഒരു പള്ളി ഉണ്ടല്ലോ, അതിൽ കയറൂല. അതിന്റെ പരിസരത്തും കാട്ടിലും കുറ്റിക്കാട്ടിലും ഒക്കെ ഇരുന്നാ പറഞ്ഞ് വലിയേറെ ആണും പെണ്ണും ആ കുറ്റിക്കാട്ടിലും കാട്ടിലും ഒക്കെ ഇരുന്ന് പള്ളി കയറി കുത്തിരിക്കൂല. എന്താ? പള്ളി ഹറാമാണ്. ഞാൻ ചോദിച്ചു, ലോകത്ത് അള്ളാന്റെ മസ്ജിദിനോട് ഇത്ര വെറുപ്പുള്ളൊരു വിഭാഗം നിങ്ങളെ പോലെ ലോകത്തുണ്ടോ? കുറ്റിക്കാട്ടിലും കക്കൂസിന്റെ തൈവരയിലും അല്ലെ ചെക്കന്മാരെ കഞ്ചാവ് അടിച്ചിട്ട് അല്ലാത്തോലും ഇരിക്കുന്നിടത്തൊക്കെ ആണിനും പെണ്ണിനെ ഇരിക്കാം. എന്നിട്ട് ചെക്കന്മാരൊക്കെ ഇങ്ങനെ തിക്കി തടിച്ചു നിർത്തി ആണിനെയും പെണ്ണിനെയും നിർത്തിയിട്ട് ഓന്റെ കയ്യിന്റെ ഉള്ളിക്കൂടൊക്കെ മറ്റോടെ കഴുത്തു വരുന്ന നിങ്ങൾക്ക് ഇതിൽ ഇങ്ങനെ കാണാം. അതിലൊന്നും ആർക്കും ഒരു ഹറാമില്ല, തെറ്റില്ല, ഒന്നുമില്ല. പള്ളി പോകാൻ മാത്രം. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ചു, മസ്ജിദിൽ വന്ന് സ്ത്രീകൾക്ക് മാത്രം തയ്യാറാക്കപ്പെട്ടൊരു സ്ഥലത്തിരുന്ന് യഖ്റഉൽ ഖുർആന വയുദക്കിറുന്നാസ്, ഖുർആനും സുന്നത്ത് അവർ കേൾക്കുന്നു. അത് കേൾക്കാൻ നിങ്ങൾ അനുവദിക്കുന്നില്ല. മറിച്ച് പെണ്ണിന്റെ മനസ്സെന്ന് പറയുന്ന ലോലമാണ്. അവർ നിങ്ങൾ എത്ര പെട്ടെന്നാണ് അലിയിച്ചെടുക്കുന്നത്? കഴിയും. സ്ത്രീകൾ അങ്ങനെയാണ്. എന്നിട്ട് അവരുടെ ആഭരണം അടിച്ചെടുക്കുന്നു, അവരെ പൈസ അടിച്ചെടുക്കുന്നു. അവരുടെ മനസ്സിൽ, അതായത് അവരുടെ മനസ്സിൽ പടച്ചോനില്ല. എനിക്ക് ഭയങ്കര സങ്കടം. ഞാൻ മുമ്പൊക്കെ പറയണ്ട്, കുന്നമംഗലം കാരന്തൂർ മർക്കസിന്റെ പരിസരത്താണ് എൻ്റെ ഉമ്മാൻ്റെ ഉമ്മയും എൻ്റെ ഉമ്മയും ഞങ്ങൾക്ക് താമസിച്ചിരുന്ന അവിടെയാണ്. ഇപ്പം എൻ്റെ മൂത്തമ്മ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഉസ്താദുമാര് പഠിപ്പിക്കുന്നതുകൊണ്ടുള്ള കുഴപ്പമാണ്. ഇപ്പം എൻ്റെ മൂത്തമ്മൻ്റെ മോന്, ഞാനത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇവിടെ വീണ്ടും പറയണത് മനസ്സിലാക്കാൻ വേണ്ടി.
മൂത്തമ്മൻ്റെ മോനെ ജീപ്പ് ലോറിയൊക്കെ ഉള്ള ഒരു അത്യാവശ്യം ഒരു മുതലാളിയായിരുന്നു. ഇടക്കാലത്ത് ഭയങ്കര കഷ്ടപ്പാട് വന്നു. അങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കാൻ തുടങ്ങി. വേറെ ഒന്നുമില്ല, ബിസിനസ് ഒന്നുമില്ല, കാറില്ല, ലോറിയില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ മൂത്തമ്മ പറയാണ്, എൻ്റെ ഉമ്മൻ്റെ മൂത്തമ്മ പറയാണ്, മോനെ തങ്ങളെടുത്ത് ഒന്ന് പോയി നോക്ക്, തങ്ങളെടുത്ത് ഒന്ന് പോയി നോക്ക്. അപ്പൊ എൻ്റെ മൂത്തമ്മൻ്റെ മോനെ കുന്നമംഗലം ഭൂപതി പള്ളിയിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു പള്ളിയുണ്ട് അവിടെ. ആ പള്ളിയിൽ ഇടക്കിടക്ക് ഇങ്ങനെ പോകുന്നതുകൊണ്ട് അദ്ദേഹത്തിന് തൗഹീദ് മനസ്സിലായിട്ടുണ്ട്, ഈ പ്രഭാഷണങ്ങളിൽ നിന്നൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം മൂത്തമ്മനോട് പറഞ്ഞ്, ഉമ്മ തങ്ങളെടുത്തൊന്നും പോയിട്ട് കാര്യമല്ല, നമ്മുടെ ഖൈറും ഷെറും ഒക്കെ തീരുമാനിക്കുന്നത് അള്ളയാണ്. എൻ്റെ മൂത്തമ്മ അന്ന് എൻ്റെ മാമനോട് ചോദിച്ച ചോദ്യം എന്താ, എൻ്റെ ഒരു ഒലക്കമ്മല അള്ള. 5 നേരം നിസ്കരിക്കുന്ന നിക്കാബ് ധരിക്കുന്ന എൻ്റെ മൂത്തമ്മയാണ്, നിങ്ങൾ ഓർക്കണം. ഒരു നോമ്പും ജീവിതത്തിൽ ഉപേക്ഷിച്ചിട്ടില്ല, ഒരു ദിക്റും മൂത്തമ്മ ഉപേക്ഷിച്ചിട്ടില്ല. ആ മൂത്തമ്മയാണ് അള്ളാഹിനെ പറ്റി എന്ത് പറയുന്നത്, എൻ്റെ ഒരു ഒലക്കമ്മൽ അള്ളാഹ്. അത് മൂത്തമ്മ പറയുന്നത് എന്തുകൊണ്ടറിയാം, ഔലിയാക്കളുടെ സ്ഥാനം അള്ളാഹ്ക്ക് കൊടുക്കാൻ ഉസ്താദുമാർ അവർ സമ്മതിച്ചിട്ടില്ല. ഈ പോയിന്റെങ്കിലും നിങ്ങൾ ഉൾക്കൊള്ളണം. അള്ളാഹുവിനെക്കാളുപരി ഔലിയാക്കളെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു പോയ ആളുകളാണ് ഇവർ. മൊയ്തീൻ മാലയുടെ ഖുതുബിയത്തിലൂടെ, മഞ്ഞക്കുളം മാലയിലൂടെ, കപ്പപ്പാട്ടിലൂടെ, കുപ്പിപ്പാട്ടിലൂടെ, മാലപ്പാട്ടുകളിലൂടെ അവര്. അതുകൊണ്ട് എന്ന നരകത്തിൽ നിന്ന് മൊയ്തീൻ ശൈഖേ ഞങ്ങളെ കാക്കണേ. നരകം ഭയാനകരമാണ്. സൂറത്ത് മാരിജിലെ 15-16. എന്നിട്ട് അള്ളാഹ് ഇബാദുർ റഹ്മാന്റെ ഗുണം പറഞ്ഞപ്പോ യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഖുറാമ. നരകത്തുനിന്ന് രക്ഷ തേടി റബ്ബിനോട് തേടുന്നവനാണ് ഇബാദുർ റഹ്മാൻ. പക്ഷേ ഖുതുബിയത്തിൽ പറയുന്നതോ, നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ മൊയ്തീൻ ശൈഖേ. പ്രാർത്ഥന അങ്ങോട്ടാ. മഴ ചൊരിയുന്ന മൊയ്തീൻ ശൈഖേ, യാ കുത്തുബ അഖിലിസ് സമായി വല്ലർളി ഔദഹുമാ. ആകാശഭൂമികളുടെ കുത്തുബും മഹാനും, അരുവികൾ ഒഴുക്കുന്ന, പുഴ ഒഴുകുന്ന, മഴ പെയ്യിപ്പിക്കുന്ന മഹാനെ, ചെടികൾ മുളപ്പിക്കുന്ന മഹാനെ. ലോകത്ത് ഒരു ചെടിയും മുളക്കുന്നില്ല, ഒരു ഇലയും വീഴുന്നില്ല മൊയ്തീൻ CM മടവൂർ അറിയാതെ എന്ന് എഴുതിയവരാ ഇവര്. പടച്ചവന്റെ എല്ലാ കഴിവും സൃഷ്ടികളിൽ ആരോപിച്ചവരായി ഇവര്. എത്ര ഭീകരമായ, എത്ര ദയനീയമായ അവസ്ഥയാണ്. ഇവിടെയും പറയുന്നത് എന്താണ്, അത്ഭുതങ്ങൾ. ഈ അത്ഭുതങ്ങളുടെ പിന്നാലെ പോകുക എന്ന് പറഞ്ഞാൽ അതിനോളം വലിയൊരു വഞ്ചന എന്താ ഉള്ളത്. ഇപ്പൊ സായിബാബ, ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, സായിബാബ ജീവിച്ചിരിക്കുന്ന കാലത്ത് എൻ്റെ വീടിന്റെ തൊട്ടടുത്തൊരു സായി മഠമുണ്ട്. അതുകൊണ്ട് അവിടെയുള്ള ആളുകൾ പറയുന്നത് ഞാൻ കൃത്യമായിട്ട്, അത് നമുക്ക് വീഡിയോയിലൊക്കെ കാണാവുന്നതാണ്, ഞാൻ ഇവിടെ എടുത്തിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് പരിശോധിച്ചാൽ സായിബാബയുടെ അത്ഭുതം. HMT വാച്ചൊക്കെ എടുക്കുകയാണ്. അന്ന് ഒരു 20 കൊല്ലം മുമ്പ് ഈ ഉള്ളവൻ ചോദിച്ചൊരു ചോദ്യം ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഉയർന്നു കേൾക്കുക. അതായത് സായിബാബ ഇങ്ങനെ ഇരിക്കുന്നിടത്ത് ബാക്കോട്ട് ഇങ്ങനെ കൈവച്ചിട്ട് ഒറ്റ എടുക്കലാണ്. സ്വർണ്ണം എടുക്കും, HMT. അപ്പോൾ HMT വാച്ച് കിട്ടിയപ്പോൾ ഞാൻ ചോദിച്ചു, HMT കമ്പനി നിർമ്മിച്ച വാച്ച് എടുക്കാൻ ആർക്കാപ്പ കഴിയാത്ത, ഒളിപ്പിച്ചു വെച്ചാൽ മതി. പക്ഷേ അദ്ദേഹം എടുക്കുന്ന വാച്ച് എങ്ങനെയായിരിക്കണം, മെയ്ഡ് ഇൻ സായി. അങ്ങനെയുള്ള അന്തരീക്ഷത്ത് നിന്ന് അദ്ദേഹം എടുക്കുമ്പോൾ മെയ്ഡ് ഇൻ സായി. അത്ഭുതങ്ങൾ പലരും കാണിക്കലുണ്ട്. ഈ അത്ഭുതത്തിന്റെ പിന്നാലെയാണ് എക്കാലഘട്ടത്തിലും എല്ലാവരും. 9ാമത്തെ ക്ലിപ്പിൽ അങ്ങനെ ഒരു അത്ഭുതം ക്രൈസ്തവർ വിവരിക്കുന്നത് നിങ്ങളൊന്ന് കേട്ടോളി. എൻ്റെ പേര് ബീന പോളി, വീട് തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത് പുല്ലൂരാണ്. എനിക്ക് 10 വർഷത്തിലധികമായി പീരീഡ്സ് ആകുമ്പോൾ ഭയങ്കര ബ്ലീഡിങ് ആയിരുന്നു. പല ഡോക്ടർമാരെയും കണ്ടു, പല ഹോസ്പിറ്റലിലും പോയി. എല്ലാവരും പറഞ്ഞു യൂട്രസ് റിമൂവ് ചെയ്യണം, ഓപ്പറേഷൻ വേണമെന്ന്. പക്ഷേ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പീരീഡ്സ് ആകുമ്പോൾ മരുന്ന് കഴിച്ചാൽ മതി. അത് കഴിക്കാൻ പറഞ്ഞ് ഡോക്ടർ മരുന്ന് എഴുതി തന്നു. കുറേ നാൾ ആ മരുന്ന് കഴിച്ചപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷേ പിന്നീട് ആ മരുന്ന് കഴിച്ചാലും എനിക്ക് യാതൊരു കാര്യമില്ല. 10 ദിവസത്തിലധികം നീണ്ടു നിൽക്കും. പീരീഡ്സ് ആകുമ്പോൾ ഭയങ്കര ബ്ലീഡിങ് ആണ്. അങ്ങനെ എനിക്ക് ഭയങ്കര ക്ഷീണവും വയ്യായൊക്കെ വന്നു, കിതപ്പ് തുടങ്ങി. അപ്പോൾ കാർഡിയോളജിസ്റ്റിനെ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഹാർട്ടിൻ്റെ പ്രശ്നമൊന്നുമല്ല, അത് ബ്ലഡ് ഭയങ്കര കൗണ്ട് കുറവാണ്, 8 അതുകൊണ്ട് ഇനി ബ്ലഡ് വയ്ക്കാനുള്ള ഗുളിക സ്ഥിരമായിട്ട് കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരുന്നു. അപ്പം എല്ലാവരും കൂടി തീരുമാനിച്ചു, അങ്ങനെയാണെങ്കിൽ ഇനി ഓപ്പറേഷൻ ചെയ്യാം, യൂട്രസ് റിമൂവ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഞാനാണെങ്കിൽ സ്ഥിരമായിട്ട് ഒരു 1.5 വർഷത്തോളമായിട്ട് അത്ഭുത ജപമാല എന്നും മുടങ്ങാതെ കാണാറുണ്ടായിരുന്നു. എല്ലാ ചൊവ്വാഴ്ചയും ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയോടൊപ്പം ഈ അത്ഭുത ജപമാലയിൽ പങ്കെടുക്കും, അത് വിടാറില്ല. അപ്പോൾ ഒരു ദിവസം അത്ഭുത ജപമാലയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ മാർച്ച് മാസത്തിൽ 2ാമത്തെ ആഴ്ചയിലാണ് അച്ഛൻ വിളിച്ചു പറഞ്ഞു, ബീന എന്ന മകളുടെ അതികഠിനമായ ബ്ലീഡിങ് പീരീഡ്സ് ആകുമ്പോഴുള്ളത് കർത്താവ് എടുത്തു മാറ്റുന്നു, സൗഖ്യം നൽകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ തന്നെയാണെന്ന് പൂർണ്ണമായി വിശ്വസിച്ച് ഈശോയോട് നന്ദി പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് പതിവ് പോലെ പീരീഡ്സായി.
ഞാൻ മരുന്നൊന്നും കഴിച്ചില്ല. വളരെ നോർമലായിട്ട് ബ്ലീഡിങ് ഉണ്ടായുള്ളൂ. ഇപ്പോൾ 6 മാസമായി ഞാൻ ഒരു മരുന്ന് ഉപയോഗിക്കണില്ല. വളരെ നോർമലായിട്ട് ഒരു 5 ദിവസമൊക്കെ ആകുമ്പോൾ ബ്ലീഡിങ് നിൽക്കും. ഒരു പ്രശ്നവും എനിക്കില്ല. എനിക്കിത് ഈ അത്ഭുത ജമാലയുടെ കിട്ടിയ സൗഖ്യമാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്കും വിശുദ്ധ അന്തോണീസിനും ഈശോയിൽ നിന്ന് ഈ അനുഗ്രഹം വാങ്ങി തന്നതിന് 1000 നന്ദി പറയുന്നു. നമ്മളൊരു എൽ റുഹ ധ്യാന മന്ദിരത്തിൽ നിന്നുള്ളൊരു പ്രധാനപ്പെട്ട ഓൺലൈൻ ശുശ്രൂഷയാണ് എൽ റുഹ അത്ഭുതങ്ങളുടെ ജപമാല. അത്ഭുത ജപമാല ഇതെന്നെ ക്രൈസ്തവരും ചെയ്യുന്ന ഇതേ പണി തന്നെയാണ്. ഈ അത്ഭുതങ്ങളുടെ പിന്നാലെ അല്ല പോകേണ്ടത്. ആ അത്ഭുതം ശരിയാണോ? അതാണോ മതം പഠിപ്പിച്ചത്? മതം പഠിപ്പിച്ച വഴി അതാണോ? ഒരുപാട് വൈദ്യശാസ്ത്ര ലോകത്തുണ്ട്. കറക്റ്റായ വൈദ്യശാസ്ത്രമുണ്ട്, കറക്റ്റ് അല്ലാത്തതുണ്ട്. ശരിയേത് തെറ്റേത്? ഇസ്ലാമിന്റെ വഴി അതാണോ? ഇസ്ലാം പറയുന്ന രോഗം എന്നാ ചികിത്സിക്കണം എന്നാണ്. ഇവര് പറയുന്നതോ ആ രോഗം ഞാൻ മാറ്റി എന്ന് പറയാണ്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോ ഇതിലെ 13ാമത്തെ ക്ലിപ്പ്, അവിടുത്തെ പൈസ ഉണ്ടല്ലോ, വലിയുദ്ദീൻ ഫൈസി, അദ്ദേഹത്തിന് അപസ്മാര രോഗം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ജനങ്ങളോട് അദ്ദേഹം പറയുന്ന 13ാമത്തെ ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കി നിങ്ങള്. പരിഹാരമായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുക, എൻ്റെ വല്യമ്മയും എൻ്റെ വല്യപ്പയും എൻ്റെ വല്യമ്മയും എൻ്റെ പിതാവൊക്കെ പറയാറുണ്ട് ഒരു വർത്താനം. എനിക്ക് പഴയ കാലത്ത് നല്ല അപസ്മാരമായിരുന്നു. ഇന്നും അതിൻ്റെ ശാഖയുണ്ട്. കാരണം എനിക്ക് നല്ല വെള്ളം കണ്ടുകൂടാ, അതുപോലെ രക്തം കണ്ടുകൂടാ, തലക്കൊരു ചെറിയൊരു കറക്കമുണ്ടാവും. പക്ഷേ എൻ്റെ അപസ്മാരം ഒരിക്കലും മാറുകയില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയതാണ്. എൻ്റെ അപസ്മാരം തീരെ മാറൂല, ദിവസേന ഗുളിക കഴിക്കണം എന്ന് ഡോക്ടർമാർ പറഞ്ഞതാണ് അന്നത്തെ കാലത്ത്. അത്രയും വലിയ അപസ്മാരമായിരുന്നു എനിക്ക്. അങ്ങനെ 2 വയസ്സെത്തിയപ്പോൾ അപസ്മാരം മൂത്ത് നിൽക്കുന്ന സമയം എൻ്റെ വല്യമ്മ പറഞ്ഞു എൻ്റെ പിതാവിനോട്, മോനെ നമുക്ക് CM വലിയുള്ളാഹി തങ്ങളുടെ അരികിലൊന്ന് കൊണ്ടുപോയി വെക്കാം. അന്ന് മൂപ്പൻ്റെ വീട്ടിൽ CM വലിയുള്ളാഹി തങ്ങളുണ്ട്. ഞാൻ ഇപ്പോഴും എൻ്റെ വല്യമ്മ എൻ്റെ പിതാവൊക്കെ ഇത് പറയും. അങ്ങനെ എന്നെയും എടുത്ത് 2ാമത്തെ വയസ്സിൽ എന്നെയും എടുത്ത് CM വലിയുള്ളാഹി തങ്ങളുടെ അരികിലേക്ക് കൊണ്ടുപോയി. അന്നും എനിക്ക് അപസ്മാരം ഇളകിയിരുന്നു. ഇളകിക്കൊണ്ടിരിക്കുന്ന സമയത്തിലാണ് മൂപ്പൻ്റെ വീട്ടിലേക്ക് എൻ്റെ വല്യമ്മയും എൻ്റെ പിതാവും കൂടെ കൊണ്ടുപോയി CM വലിയുള്ളാഹി തങ്ങൾ കിടന്നുറങ്ങുന്ന റൂമിൽ വാതിൽ തുറന്നു. CMൻ്റെ അരികിലേക്ക് ചെന്നു. എൻ്റെ വല്യമ്മ പറയാ, CM അന്ന് കുപ്പായമിടാതെ തുണിയെടുത്ത കട്ടിലിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എൻ്റെ ഈ ഇളക്കം കണ്ടപ്പോൾ CM വലിയുള്ളാഹി തങ്ങൾ കുട്ടിയെ കൊണ്ട് കൊണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ വല്യമ്മ എന്നെ കൊടുത്തു CMൻ്റെ കയ്യിലേക്ക്. CM എന്നെ എടുത്തു. എന്നിട്ട് തല മുതൽ കാലുവരെ ഒന്ന് തടവിയിട്ട് പറഞ്ഞു, ഇനി ഇവന് അപസ്മാരം വേണ്ട, ഇനി ഇവന് അപസ്മാരം വേണ്ട, ഇനി ഇവന് അപസ്മാരം വേണ്ട എന്ന് CM വലിയുള്ളാഹി തങ്ങൾ 3 തവണ പറഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് അപസ്മാരം ഉണ്ടായിട്ടില്ല. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് അപസ്മാരമെന്നുള്ളതുണ്ടായിട്ടില്ല, എനിക്ക് ഇളകിയിട്ടില്ല. ഡോക്ടർമാർ പറഞ്ഞത് ദിവസേന ഗുളിക കഴിക്കണമെന്നാണ്. പക്ഷേ ഒരു പൊട്ട് ഗുളിക പോലും ഞാൻ കുടിച്ചിട്ടില്ല. അന്നാണ് CM വലിയുള്ളാഹി തങ്ങൾ ഇത് പറഞ്ഞതിന് ശേഷം അല്ല, അപസ്മാരം ഉണ്ടായിരുന്ന ഇത്ര കുഴപ്പമുണ്ടാവില്ലായിരുന്നു. ഇത് പറയുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഒരു ഇസ്ലാമിക ചരിത്രം ഓർമ്മ വരികയാണ്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. കാരണം ഞാൻ നേരത്തെ നിങ്ങളോട് തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇവർ പറയുന്ന കാര്യത്തെ നമ്മൾ ഇസ്ലാമായിട്ട് തട്ടിക്കുകയാണ്. കാരണം ഇസ്ലാം അള്ളാഹു അവതരിപ്പിച്ച മതാണ്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, 3-ാം അധ്യായം 19-ാമത്തെ വചനം. ഈ ദീനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു അപസ്മാര രോഗി വരുന്നുണ്ട്. അപസ്മാരാണല്ലോ പ്രധാനം. വലിയുദ്ദീൻ ഫൈസിയുടെ അപസ്മാരമാണല്ലോ ഇപ്പോഴത്തെ ക്ലിപ്പ്. നബിയുടെ അടുത്ത് ഒരു വനിത പറഞ്ഞു, നബിയേ, ഞാൻ അപസ്മാര രോഗിയാണ്, അപസ്മാരം എടുത്തിട്ട് ഞാൻ താഴെ വീഴും, ബോധരഹിതയായി വീഴും, അപ്പൊ എന്റെ നഗ്നത വെളിവാകും. എനിക്ക് ഈ രോഗമില്ലാതിരിക്കാൻ നിങ്ങളൊന്ന് ദുആ ചെയ്യണം. ഇവിടെ ഓർക്കണേ, ശരിക്കും ദീൻ എന്താന്ന് ഓർക്കണം. കാരണം നബിയുടെ അനുയായികൾ നബിയിൽ നിന്ന് പഠിച്ചത് നബി എന്നതങ്ങ് മാറ്റിത്തരും എന്നുള്ള കാര്യമല്ല. നബി പ്രാർത്ഥിച്ചാൽ അള്ളാഹ് കേൾക്കും, അത് അവർ വിശ്വസിക്കുന്നുണ്ട്. നബിയുടെ പ്രാർത്ഥന സ്ട്രോങ്ങിൽ സ്വീകരിക്കപ്പെടും, അത് നമ്മൾ ആരും നിഷേധിക്കുന്നില്ല. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരുടെ ദുആ അള്ളാഹ് കബൂൽ ചെയ്യാറുണ്ട്, ചെയ്യും, ചിലപ്പോൾ ചെയ്യാതെ. അത് അള്ളാഹു ഓരോ സമയത്തും പടച്ചോന്റെ ഇടപെടലാണ്, അതിലൊന്നും നമുക്കാർക്കും ഒരു അവകാശമില്ല. ഇപ്പൊ നബീനോട് പറയുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ, ഞാനൊരു അപസ്മാരം, എനിക്ക് ഈ രോഗമില്ലാതിരിക്കാൻ നിങ്ങൾ ദുആ ചെയ്യണം. കാരണം അവരെ ശല്യപ്പെടുത്തുന്ന രോഗമാണ്. ഈ രോഗം കൊണ്ടാണല്ലോ നഗ്നത വെളിവാകുന്നത്. അതൊരു പെണ്ണിന് സഹിക്കാൻ പറ്റാത്തതാണ്.
അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കണേ എന്തറിയോ? ഞാൻ പ്രാർത്ഥിക്കണോ? ഞാൻ പ്രാർത്ഥിച്ചാൽ അള്ളാഹു സ്വീകരിച്ചേക്കാം, നിനക്ക് അപസ്മാരമില്ലാതാവുകയും ചെയ്യാം. പക്ഷേ നോക്കണേ, ഇസ്ലാം എന്താണെന്നറിയണം. ഈ അപസ്മാരം നിനക്ക് നല്ലതാ, നിനക്ക് ക്ഷമിച്ചാൽ സ്വർഗം കിട്ടും, ഉറപ്പാണ്. ഈ അപസ്മാരം ക്ഷമിച്ചാല് നിനക്ക് സ്വർഗം കിട്ടും. ശരിക്കും നിങ്ങൾ ആലോചിക്കുക, ഈ സ്ത്രീ പിന്നെന്താ പറയണേ? നബി എനിക്ക് അപസ്മാരം മാറണ്ട, പക്ഷെ ഞാൻ അപസ്മാരം എനിക്ക് വരുന്ന സമയത്ത് ബോധരഹിത വീണു പോകുമല്ലോ, അപ്പൊ എന്റെ നഗ്നത വെളിവാകാതിരിക്കാൻ ഒന്ന് റബ്ബിനോട് ദുആ ചെയ്യണം. ഞാൻ ഈ വാഴക്കാട്ടുകാരോട് ചോദിക്കാം, വലിയുദ്ദീൻ ഫൈസി പറഞ്ഞതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സ്ത്രീ ആവശ്യപ്പെട്ടത് നബി അവരോട് പറഞ്ഞതും വെച്ചിട്ട് നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കിയ, ഇനി ഒരിക്കലും നിനക്കത് ഉണ്ടാവില്ല 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 എന്ന് നബി പറഞ്ഞോ? ഇല്ല. എന്തേ പറയാത്ത? നമുക്കത് ആലോചിക്കണമല്ലോ. നബിക്കാണോ പവറ്? സീമടൂരിനാണോ? നബീനേക്കാൾ മേലെയാണ് സീമടൂർ നാട്ടോ നൗഷാദ് ഹസനി പറയുന്നത്. മൊയ്തീൻ ഷെയ്ഖ് നബീനെ പോലെ തന്നെയാണ്, തുല്യം. നബി മൊയ്തീൻ ഷെയ്ഖ് മാത്രമല്ല, ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്, അള്ളാഹിനെ വിളിച്ചാൽ വിളി കേൾക്കുന്നത് മൊയ്തീൻ ഷെയ്ഖാണ്, മൊയ്തീൻ ഷെയ്ഖിനെ വിളിച്ചാലോ വിളി കേൾക്കണ അള്ളയാണ്. അപ്പൊ അള്ളയും മൊയ്തീൻ ഷെയ്ഖും. അള്ളാഹ് എന്ന് വിളിച്ചാൽ കേൾക്കണ മൊയ്തീൻ ഷെയ്ഖ്, മൊയ്തീൻ ഷെയ്ഖ് എന്ന് വിളിച്ചാൽ കേൾക്കണ അള്ളാഹ്. അപ്പൊ ആരാ? ഇതൊക്കെ വരെ എഴുതി വെച്ചാട്ടോ. അങ്ങനെ ഒരു വിഷയം വരുമ്പോൾ നമുക്ക് സെർച്ച് ചെയ്യാം. ഇവിടെ ഞാൻ ഒന്നുകൂടി പോയിന്റ് ചെയ്യുന്നു, ഒന്നുകൂടി ചിന്തിക്കാൻ വേണ്ടി പറയുന്നു. ഈ ഭാഗമൊക്കെ നമുക്ക് ജനങ്ങളെ കേൾപ്പിക്കണം, ചെറിയ ചെറിയ ക്ലിപ്പായിട്ട്. ഏതെങ്കിലും മനുഷ്യർക്ക് ഇത് സ്ട്രൈക്ക് ചെയ്യാതിരിക്കില്ല, അത് അള്ളാന്റെ മതമാണല്ലോ. നമുക്ക് പ്രത്യേകിച്ച് ഇതിൽ വേറെ ഉദ്ദേശം ഒന്ന് പാർട്ടി വളർത്താൻ ഒന്നുമില്ല. ഞങ്ങൾ ആരും വിശ്വത്തിന് മെമ്പർഷിപ്പ് എടുക്കണമെന്ന് ഞങ്ങൾ പറയില്ല. ഇപ്പൊ ഞാൻ ഈ സദസ്സിൽ പോലും ഞാൻ ഇങ്ങോട്ട് വരുമ്പോ പള്ളിയെടുത്ത് വന്ന ഒരാൾ പറയും, ഉസ്താദേ ഞാൻ സുന്നിയാട്ടോ, ഉസ്താദേ ഞാൻ സുന്നിയാണ്, ഞാൻ പക്കാ സുന്നിയാണ്, പക്ഷെ ഉസ്താദ് ഞാൻ നിങ്ങളെ പ്രസംഗം കേൾക്കുന്നുണ്ട്, നിങ്ങൾ ഇവിടെ കേട്ടിട്ട് വന്നാണ്. വേറൊരാൾ പറഞ്ഞു ഞാൻ സുന്നി തന്നെ, ഞാൻ സുന്നികൾ ആരെ പ്രസംഗം കേൾക്കില്ല, ഞാനൊരു കാട്ടിലിങ്ങനെ മൃഗങ്ങൾക്കൊക്കെ വെള്ളം കൊടുക്കാൻ പോണ ഒരു പതിവ് എനിക്കുണ്ട്, ഞാൻ അവിടെ ചെന്നപ്പോൾ നിങ്ങളൊരു പ്രസംഗം ആരോ കേൾക്കണ്. അങ്ങനെ കേട്ടിട്ട് ഞങ്ങൾക്കിത് അപ്പൊ ആളുകൾ ഇത് കേൾക്കും. അതാണ് ഞാൻ പറയുന്നത്, ആളുകൾ ഇത് മനസ്സിലാക്കും. നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ അപസ്മാര രോഗിയായ പെണ്ണിനോട് പറഞ്ഞു, ഇനി നിനക്കത് വേണ്ട, ഇനി നിനക്കത് വേണ്ട. അള്ളാഹുലെ സീമടൂർ ഇങ്ങനെയാണ്, ആ രോഗം നിനക്ക് വേണ്ട, അള്ള ഇടപെടൊന്നും വേണ്ട, ഞാൻ മതി എന്ന് അദ്ദേഹം പറയുന്നതായ ക്ലിപ്പ് വരെ നമ്മുടെ കൈവശമുണ്ട്. ഞാൻ പറയുന്നത് ഇത് ഏതാണ് ദീൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ മാത്രമല്ല, നമ്മൾ ഇങ്ങനത്തെ കേസൊക്കെ ഉണ്ടാവുമ്പോ മാറ്റി കൊടുക്കാൻ ഇവിടെ ആളുണ്ട്, ക്ഷമിക്കാനൊന്നും നമ്മൾ പറയില്ല. റസൂല് പറഞ്ഞ പോലെ പറയോ? ഇവര് പറയില്ല, ഇവരത് അത്ഭുതമാക്കി മാറ്റും. അപസ്മാരമില്ലാത്ത ഒരാളെ കൊണ്ടുവന്ന് ഞാൻ അപസ്മാര രോഗിയെന്ന് പറയിപ്പിക്കും. അങ്ങനെ പിടിച്ചോർമ്മ എനിക്കുണ്ട്. അങ്ങനെ അത്ഭുതം, അതായത് 25,000 രൂപ കൊടുത്തിട്ട് ക്രിസ്ത്യാനികൾ ആളെ കൊണ്ടുവരിക ഈ രോഗശാന്തി ശുശ്രൂഷക്ക്, എന്നിട്ട് പിടിച്ച സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്തെല്ലാം കള്ളത്തരങ്ങളാണ് മതത്തിന്റെ പേരിൽ നടക്കുന്നത്.